ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മണ്ണൂത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്. 79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് തുടരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോരാട്ടം ശ്വേതാ മേനോനും ദേവനും തമ്മിൽ. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കൊടുങ്ങല്ലൂരിലെ 4 തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാൻ നീക്കം. പാവറട്ടി ഏനമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ മണ്ണൂത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയത്. മണ്ണൂത്തി ബൈപ്പാസ് ജംഗ്ഷൻ, പട്ടാളക്കുന്ന് റോഡ്, റോസ് നഗർ, സന്തോഷ് നഗർ എന്നിവിടങ്ങളിലാണ് കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി പ്രദേശവാസി മുത്തു ചേരുന്നു. മുത്തു, ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. ഇന്നും കനത്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മണ്ണൂത്തിയിൽ വിവിധ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പരിസരങ്ങളിലും വീടുകളിലും തന്നെ വെള്ളം കയറിയിട്ടുള്ളത്. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചോ? നിലവിൽ ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ടോ? മണ്ണൂത്തിയിലെ ഇപ്പോ പല സ്ഥലങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ്. മണ്ണൂത്തിയിലെ വെള്ളക്കെട്ടിന് ഒരു ശാശ്വത തരം കാണാൻ പറ്റാത്ത ഒന്നല്ല. അത് കൃത്യമായി പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. ദേശീയപാത 6 വരി പണിയുന്നതിന് മുമ്പ് മണ്ണൂത്തിയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് തെക്ക് വടക്ക് ഭാഗത്തേക്ക് വെള്ളം ഒഴുകിയ 6 കാനകളുണ്ടായിരുന്നു. ഈ കാനകളിലെ 5 എണ്ണമാണ്. ആ 5 കാനകളുണ്ട് വെള്ളം ഉപകാനകള്. അതിന്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, ഒരു കാന ഇതുവരെ പണിതിട്ടില്ല. ആ കാന നേരത്തെ ഉണ്ടായിരുന്ന കാന അടച്ചു കളഞ്ഞിരിക്കുകയാണ്. ആ കാന തുറക്കുകയും ഇതിന്റെ ഉപകാന പണി കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ വെള്ളക്കെട്ട് കുറച്ച് വ്യത്യാസം വരും. പിന്നെ ദേശീയപാതയുടെ സ്ഥലത്ത് മണ്ണുത്തി പാറമ്പടി മുതൽ മണ്ണുത്തി കല്ലാറ് വരെയുള്ള സ്ഥലത്ത് വീതിയിലും താഴ്ചയിലും ഒരു കാന പണിത് കഴിഞ്ഞാൽ മണ്ണുത്തിയുടെ വെള്ളക്കെട്ടിന് ഒരു പൂർണ്ണ ഇതാവും എന്ന ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. ഇത് ബന്ധപ്പെട്ട കൗൺസിലർ ഉണ്ട്, അതുപോലെ തന്നെ മേയറുടെ ഇതിൽപ്പെടുന്ന സ്ഥലത്തിൽപ്പെടുന്ന പ്രിയപ്പെട്ട ബാലചന്ദ്ര MLA ഈ പ്രദേശത്തുള്ള ആളാണ്. തൊട്ട് അപ്പുറത്തെ നിയോജക മണ്ഡലത്തിലെ കെ രാജൻ മന്ത്രിയാണ്. ഇപ്പോ മന്ത്രിയായ സുരേഷ് ഗോപി കൂടിയുണ്ട്. ഇത്ര ആളുകൾ ഉണ്ടായിട്ടും വെള്ളക്കെട്ട് വരുമ്പോൾ അവിടെ വന്നു നിന്ന് ഒരു ഫോട്ടോ എടുത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചെറിച്ച് സ്റ്റേറ്റ്മെന്റ് പോകുന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു നടപടി പോലും ഇവർ സ്വീകരിച്ചിട്ടില്ല. ഇവരിലുള്ള വിശ്വാസം മണ്ണുത്തിക്കാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പുതിയ ജില്ലാ കളക്ടർ ഞങ്ങൾക്ക് ഒരു ചെറിയ അർജുൻ പാണ്ഡ്യനിലാണ് ഞങ്ങൾക്കുള്ള ഒരു ചെറിയൊരു വിശ്വാസം. അദ്ദേഹം ഇതിനു വേണ്ടി ജനപ്രതിനിധികളുടെ ഒരു യോഗം കളക്ടറേറ്റ് ചേംബറിൽ വിളിച്ചു ഇത് ബന്ധപ്പെട്ട ഇരുത്തി വിളിച്ച് അവിടെ വെള്ളത്തിന് ഒരു പരിഹാരം കാണുന്നതിന് ഒരു സമിതി രൂപീകരിച്ച് അവർ നിർദ്ദേശിക്കുന്നത് പോലെയുള്ള മണ്ണൂത്തിയിലെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട കളക്ടറോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങ് ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഇടപെടണം. ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളോട് പരാതി പറഞ്ഞ് തോറ്റിട്ടുള്ള ആളുകളാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. ഈ വരുന്ന അടുത്ത വെള്ളക്കെട്ട് വരുന്നതിന് മുമ്പായി, ഇനി നമ്മുടെ തുലാവർഷം പെയ്യുന്നതിന് മുമ്പായി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂചനാ നിരാഹാര സമരം നടത്തും. അതിനും മറുപടിയില്ലെങ്കിൽ നിശ്ചിതകാല നിരാഹാര സമരവുമായി ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും കൂട്ടി ഞങ്ങൾ മണ്ണുത്തി സെന്ററിൽ ഇരിക്കും എന്ന കാര്യം കൂടി ബന്ധപ്പെട്ട അധികാരികളെ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്.
ശരിമുത്തു, കനത്ത മഴയിൽ മണ്ണൂത്തിൽ വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കാനകളുടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത്. അടുത്ത മഴയ്ക്ക് മുന്നേ തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് മുത്തുവിന്റെയും മറ്റ് നാട്ടുകാരുടെയും തന്നെ ആവശ്യം. വിവരങ്ങൾ നൽകിയത് മുത്തുവാണ്. മറ്റു വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ ശക്തമായ മഴയെ തുടർന്ന് മമ്മിയൂർ കാട്ടുപാടം റോഡിലും കമ്പനിപ്പടി നളന്ത റോഡിലും ഗതാഗതം തടസ്സപ്പെട്ടു. 2 റോഡിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാർ റോഡടച്ചു. മഴ തോർന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വെള്ളം ഒഴിഞ്ഞ് റോഡ് തുറന്നുകൊടുത്തു. ചൊവ്വല്ലൂർ പടി സെന്ററിലും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. സെന്ററിലെ രാജലക്ഷ്മി ഹോട്ടലിന്റെ ഷട്ടർ വരെ വെള്ളം ഉയർന്നു. ശക്തമായ മഴയിൽ ഗുരുവായൂരിൽ കരിങ്കൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണ് കാൽനടയാത്രയ്ക്ക് പരിക്ക്. തിരുവെങ്കിടം അയോധ്യ നഗറിൽ കോറോട്ട് അമ്മിണിക്കാണ് പരിക്കേറ്റത്. തിരുവെങ്കിടം ശ്രീകൃഷ്ണ നിവാസിയിൽ ഗൗരിയുടെ പറമ്പിലെ മതിലാണ് തകർന്നു വീണത്. കരിങ്കല്ല് ഉരുണ്ടുപോയ കുഴിയിൽ വീണാണ് അമ്മിണിയുടെ കൈക്ക് പരിക്കേറ്റത്. കരിങ്കല്ലുകൾ റോഡിലേക്ക് വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഡ്രൈവർമാരും യാത്രക്കാരും ചേർന്ന് കല്ലുകൾ നീക്കം ചെയ്തതാണ് ഗതാഗതം പുനരാരംഭിച്ചത്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. മഴയിലും ആവേശം ചോരാതെയായിരുന്നു ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നത്. പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളും NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ MK വർഗീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബാൻഡ് ശ്രദ്ധിക്കുക. ഇന്നിവിടെ അണി നിരന്തരം നെടുപുഴ PSലെ സബ് ഇൻസ്പെക്ടർ നയിച്ച തൃശൂർ ഡിസ്ട്രിക്ട് വുമൺ പ്ലറ്റൂണാണ് ഇപ്പോൾ ഡയസിന് മുന്നിൽ മുഖ്യാതിഥിക്ക് ആചാരമർപ്പിച്ച് കടന്നു പോകുന്നത്. കോളേജ് തൃശൂരിന്റെ NCC ഇപ്പോൾ ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഫോർ തൃശൂർ നശിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ കമ്പനി സീനിയർ അണ്ടർ ഓഫീസർ ജസ്വാൾ ബജോ നയിക്കുന്ന സെന്റ് തോമസ് കോളേജ് തൃശൂരിന്റെ 23rd NCC കമ്പനി സീനിയർ അണ്ടർ ഓഫീസർ അതുൽ കൃഷ്ണ PS നയിക്കുന്ന കേരള വർമ്മ കോളേജ് തൃശൂരിന്റെ NCC സീനിയർ ബോയ്സ് പ്ലട്ടൂൺ ബാൻഡ് പ്ലട്ടൂണാണ് ഇപ്പോൾ ഡയസിന് മുന്നിൽ വിശിഷ്ടാതിഥിക്ക് മുന്നിൽ ആചാരമർപ്പിച്ച് കടന്നു പോകുന്നത്. ക്രിസ്റ്റീന ML വിമല കോളേജ് തൃശൂർ 7th NCC സീനിയർ ഗേൾസ് പ്ലട്ടൂൺ ഡയസിന് മുന്നിൽ ജൂനിയർ അണ്ടർ ഓഫീസർ വീണ സെന്റ് അലോഷ്യസ് കോളേജ് തൃശൂരിന്റെ NCCയുടെ ബാൻഡ് പ്ലട്ടൂൺ. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. വോട്ടെണ്ണൽ പൂർത്തിയാക്കി വൈകിട്ടോടെ പുതിയ കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിക്കും. ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോരാട്ടം നടക്കുന്നത്. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു. ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴ്വീഴുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ഓഫീസുകൾക്ക് നിർത്തലാക്കുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം 4 തപാലാഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട്. ഇവയിൽ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി കഴിഞ്ഞു.
കണ്ടംകുളം, ആനാപ്പുഴ, പുല്ലൂറ്റ് നോർത്ത് എന്നിവ വൈകാതെ ഇല്ലാതാകും. തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് തപാലാപ്പീസിന്റെ പ്രവർത്തനം ശൃംഗപുരം ഓഫീസിൽ ലയിപ്പിച്ചു. സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് മുതൽ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുവഞ്ചിക്കുളത്തുകാർ ഇനി ശൃംഗപുരം ഓഫീസിനെ ആശ്രയിക്കണം. കത്തിടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും തപാലാപ്പീസുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ്. പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലെ ജനങ്ങൾ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ജനങ്ങൾ കൂടുതലായിട്ടും ഈ പോസ്റ്റ് ഓഫീസുകളെയാണ് ആശ്രയിക്കുന്നത് ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പോസ്റ്റ് ഓഫീസുകളെ നിർത്തലാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. വിവിധ സർക്കാർ രേഖകൾ ഇപ്പോഴും തപാൽ വഴിയാണ് വിലാസക്കാരെ തേടിയെത്തുന്നത്. നിലവിലുള്ള തപാൽ സേവനങ്ങൾ നിർത്തലാക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നുവരികയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാവറട്ടി ഏനമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ചെറിയ ഒരു മഴ പെയ്താൽ പോലും ഈ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകും. റോഡിനോട് ചേർന്ന് കാനകളില്ലാത്തതാണ് വെള്ളക്കെട്ടിനും റോഡ് തകരുന്നതിനും കാരണമാകുന്നത്. ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെയും ഇരുചക്ര വാഹന യാത്രക്കാരുടെയും ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്നതും യാത്രക്കാരും വാഹനോടമകളും തമ്മിലുള്ള തർക്കവും പതിവാണ്. സമീപത്തുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്റ്റാൻഡിലുള്ള തൊഴിലാളികൾക്ക് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിപ്പിക്കുന്നത് മൂലം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി KG സനിൽ ആവശ്യപ്പെട്ടു. ഇവിടെ വണ്ടി ഇടാൻ വരെ പറ്റണില്ല. കംപ്ലീറ്റ് വെള്ളം, ബസ്സുകാരൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് വെള്ളം വരുന്നത്. ആൾക്കാർക്ക് നടക്കാൻ വരെ പറ്റണില്ല. ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്കും എത്ര വെള്ളം, വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുളം പോലെയാണ്. പിന്നെ ഇതിലൊരാൾക്ക് നടക്കാനും ടൂ വീലറിന് പോകാനും വരെ പറ്റുന്നില്ല. വെള്ളക്കെട്ടുള്ള റോഡിനോട് ചേർന്ന് KSEB ട്രാൻസ്ഫോർമർ നിൽക്കുന്ന കാരണം അപകട സാധ്യതയും ഏറെയാണ്. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടം സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ്. TCV പാവറട്ടി. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയ കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് നാളെ മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിക്കും. കൊടുങ്ങല്ലൂരിൽ നിന്നും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും തൃശൂർ നഗരത്തിലേക്ക് വരുന്നവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോഡാണിത്. കുറുക്കഞ്ചേരി മുതൽ കുറുപ്പം റോഡ് ഉൾപ്പെടെ സ്വരാജ് റൌണ്ട് വരെ കോർപ്പറേഷന്റെ അധീനതയിലുള്ള റോഡാണ് 10 കോടി രൂപ ചെലവഴിച്ച് ആധുനികവൽക്കരിച്ചത്. പൂത്തോൾ റോഡ്, നെട്ടിശ്ശേരി റോഡ്, അരിസ്റ്റോ റോഡ്, പുല്ലഴി, പൂങ്കുന്നം, അർണാട്ടുകര തുടങ്ങി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം BMBC ടൈൽ കോൺക്രീറ്റിംഗ് ഉൾപ്പെടെ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. തെക്കുംകര പഴയന്നൂ പാടത്ത് വയോധികൻ കിണറ്റിൽ വീണ് മരിച്ചു. വേങ്ങലക്കുണ്ട് മുരിങ്ങയിൽ 93 വയസ്സുള്ള അന്തോണിയെയാണ് പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് മുതൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ കോർപ്പറേഷൻ കുടുംബശ്രീ CDS 1 പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിൽ അഗ്രി തെറാപ്പിയുടെ ഭാഗമായി ഗ്രോ ബാഗ്, പച്ചക്കറി തൈ എന്നിവ വിതരണം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ രാജശ്രീ ഗോപൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സത്യഭാമ വിജയൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി VD അജിത, ഉപസമിതി കൺവീനർമാർ, CDS മെമ്പേഴ്സ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത വ്യത്യസ്ത ഇനം പാവൽ കൃഷി ചെയ്തത് മികച്ച വിളവ് സ്വന്തമാക്കിയിരിക്കുകയാണ് മതിലകം സ്വദേശി പണിക്കാട്ടിൽ ശശീന്ദ്രൻ. മതിലകം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാതിക്കോട് ഒരുക്കിയ പ്രദർശന തോട്ടത്തിലാണ് പാവൽ വിളഞ്ഞു നിൽക്കുന്നത്. വെള്ളാനിക്കര കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ
വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ് പാവൽ ഇനമായ പ്രഗതി പ്രജനി എന്നീ തൈകളാണ് കാർഷിക സർവകലാശാലയുടെയും മതിലകം കൃഷിഭവന്റെയും സഹകരണത്തോടെ ശശീന്ദ്രൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയിറക്കിയത്. പാട്ടത്തിനെടുത്ത 2.5 ഏക്കറിൽ 60 സെന്റ് സ്ഥലത്താണ് 2000 പാവൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. ജൈവരീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളവും വളവും നൽകി. 1.5 മാസം കഴിഞ്ഞപ്പോൾ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് കർഷകനായ ശശീന്ദ്രൻ പറഞ്ഞു. ഇത് വലിപ്പം കുറഞ്ഞ ഒരു ഇനമാണ്, നമ്മ ആദ്യമായിട്ട് കാണുന്നതാണിത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണ ഒരു ഇനത്തിന്റെ പോലെ തോന്നുന്നുണ്ട്. മായ എന്ന ഇനാണ് വലിപ്പമുള്ള കായ ഉണ്ടാവണത്. ഒരു തൈമന്ന് ഒരു 6 എണ്ണം പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോത്തോളം പൊടിച്ചിട്ടുണ്ട്. 8 കിലോത്തോളം ഉണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റി പറയുന്നത്. പ്രഗതി പ്രജനി ഇനത്തിൽ ഒരു പാവലിന് 200 ഗ്രാം തൂക്കം വരും. ഒരു ചെടിയിൽ ശരാശരി 40ഓളം കായ്കൾ ഉണ്ടാകും. പ്രഗതി പ്രജനി ഹൈബ്രിഡ് പാവലിന് തീരദേശ മണ്ണിൽ നല്ല വിളവ് ലഭിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ വിജയൻ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഇതൊരു കോസ്റ്റൽ ഏരിയ ആണ്. ഇവിടുത്തെ മണ്ണ് കുറച്ച് മണൽ കലർന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരുവിധം വളരെയധികം വളപ്രയോഗമൊന്നും ചെയ്യാണ്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെൻറ്റ്, പിന്നെ അതേപോലെ തന്നെ കീടം, അതേപോലെ തന്നെ അതിനൊക്കെ വളരെ കൺട്രോളബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ പ്രദർശന തോട്ടത്തിലൂടെ പുതിയ ഇനം 2 വിത്തുകൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കൃഷി ഓഫീസർ PC സജന പറഞ്ഞു. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വേറൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിലയും കുറവാണ് വിത്തിൻ്റെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വില കുറഞ്ഞ കൂടുതൽ നല്ല ഈൽഡ് കിട്ടുന്ന പ്രജനി പ്രഗതി 2 വെറൈറ്റികൾ കർഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. TCV ന്യൂസ്, കയ്പമംഗലം. ചെറുതുരുത്തി സിദ്ധി വിനായക ക്ഷേത്രത്തിൽ മഹാ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു. അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഗജപൂജയും ആനയൂട്ടും നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്ര ഭാരവാഹികളായ ജയരാജൻ, കുഞ്ഞുണ്ണി, രാജ്കുമാർ, പുഷ്പരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സുമന സുഗതൻ, ഷീജ സുരേഷ്, അംഗങ്ങളായ MK ജോസ്, ES സുരേഷ്, റീന വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നബുല, വൈസ് ചെയർപേഴ്സൺ ലതേജി, CDS മെമ്പർമാരുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ 5 ചോദ്യങ്ങൾ ഉയർത്തി യൂത്ത് കോൺഗ്രസ് കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ കമ്മീഷന് കത്തയച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AU അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി സുലൈമാൻ, മോഹനൻ പാറത്തൊടി, MK അബ്ദുൾ റഹ്മാൻ, ലത നാരായണൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. 80 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 74,240 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 9,280 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഓണത്തോടനുബന്ധിച്ച് AAY റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ മാസം 26 മുതൽ ആരംഭിക്കും. ഈ വർഷം AAY കാർഡ് ഉടമകൾക്ക് മാത്രമേ സൗജന്യ കിറ്റ് വിതരണം നടത്തുകയുള്ളൂ. അതേസമയം എല്ലാ കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റ് നൽകുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണം വസ്തുതാവിരുദ്ധവും തെറ്റായതുമാണെന്ന് പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വോട്ടവകാശം പോലും അട്ടിമറിക്കുന്ന കാലമാണ് വരാനിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിൽ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജി ഭയപ്പെട്ടിരുന്ന ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കാലമാണിത്. എല്ലാ സംവിധാനങ്ങളെയും മതവൽക്കരിക്കുന്ന കാലത്ത് ആശ്രയമാണ് കോടതികളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പഴയ ഏകാധിപതികളുടെ
ഞങ്ങളുടെ പുതിയ തലമുറയാണ് ഇന്ന് ഭരിക്കുന്നത്. എല്ലാ ഏകാധിപതികളും ഭീരുക്കളാണെന്നും VD സതീശൻ പറഞ്ഞു. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ മോഡറേറ്ററായിരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാധവൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് VM ഷൈൻ, ട്രഷറർ PS മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ ഡോക്ടർ സനത് സദാനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓട്ടോക്രസി തന്നെയാണ്, ഇലക്ടറൽ ഓട്ടോക്രസിയാണ് വരുന്നത്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ നോക്കി നിൽക്കുന്നത് ജുഡീഷ്യറിയാണ്. കൃത്യമായ ഇടപെടലുകൾ നടത്തി ജനാധിപത്യത്തിലേക്ക് ഭരണഘടനാ മൂല്യത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ തരേണ്ടത് കോടതികളാണ്. തരുന്നുണ്ടോ എന്നുള്ള ചോദ്യം വലിയൊരു ചോദ്യമാണ്. $1 million ക്വസ്റ്റ്യൻ, വലിയ ചോദ്യമാണ്. തരുന്നുണ്ടോ എന്നുള്ളത് ഇല്ല എന്ന് പൂർണ്ണമായി പറയാനായിട്ടില്ല. അവിടെയും ഇവിടെയും ഒക്കെ ചില തിരികൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കൊടുങ്കാറ്റിൽ ഈ തിരികളെല്ലാം കെട്ടുപോകുമോ എന്നുള്ളൊരു ഭയം എല്ലാവരെയും ഗ്രസിച്ചിരിക്കുകയാണ്. നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. എനിക്കുണ്ട്. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യും. എനിക്കൊരു വല്ലാത്ത ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഒരു അരക്ഷിതത്വ ബോധമുണ്ട്. മറ്റത് അസാമാന്യമായ ഒരു ധൈര്യം ഉണ്ടായി, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ ഭരണഘടനയുണ്ട് എന്നുള്ള ഒരു ഭരണഘടനാ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഒരു അസാമാന്യമായ ഒരു ധൈര്യവും ഏത് സാഹസികത്വവും ഏറ്റെടുക്കാനുള്ള ഒരു ഇതുണ്ടായി. ഇപ്പോ ഇതാണ് സമയം. ഞാനടക്കം നിങ്ങളടക്കം ഒരാൾ പതറിപ്പോകാതെ, അവിടെ ഞാൻ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ വാക്കുകൾ കടമെടുക്കുന്നു. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ കൂട്ടായ്മയുടെ ചിങ്ങ മഹോത്സവത്തിന് കൊടിയേറി. മഞ്ജുളാലിന് മുന്നിൽ വാദ്യ പ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള കേളിയുടെ അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. വർക്കിംഗ് ചെയർമാൻ KD ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സമുദായ സാരഥികൾ സമന്വയ ജ്യോതി തെളിയിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാറനാട്ട്, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച നടക്കുന്ന ചിങ്ങം മഹോത്സവത്തിൽ ഉച്ചതിരിഞ്ഞ് 3-ന് 251 വാദ്യ കലാകാരന്മാരുടെ മഞ്ജുളാൽ തറമേളം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണവും നടക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ദേശീയ പതാക ഉയർത്തി. നേതാക്കളായ TV ചന്ദ്രമോഹൻ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ, ജോസഫ് ചാലിശ്ശേരി, KB ശശികുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം. ചാലക്കുടി നഗരസഭയിൽ ചെയർമാൻ ഷിബു വാലപ്പൻ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ C. ശ്രീദേവി, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫ്ളാഷ് മോബ്, വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ബാൻഡ് മേളം എന്നിവയും ഉണ്ടായിരുന്നു. ഇടവേള. TCBയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCB ചാനലിലൂടെ. TCB ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCBയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCB ഓണക്കൂട്ട്. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCB പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCBയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCBക്കൊപ്പം.
വാർത്തയിലേക്ക്. പൂങ്കുന്നം സീതാറാം ടെക്സ്റ്റൈൽസ് ലേബർ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ദേശീയ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, K നളിനാക്ഷൻ, PM അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചേറ്റുവ മഹൽ ജമാഅത്ത് പള്ളിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിന്റെ മഹൽ പ്രസിഡന്റ് ഉബൈദുള്ള അലി മുസ്ലിയാർ ദേശീയ പതാക ഉയർത്തി. മഹൽ ഖതീബ് സലീം ഫൈസി സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി. സെക്രട്ടറി NM അബ്ദുൾ, RK മുസ്തഫ, അക്ബർ ചേറ്റുവ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല GVHHS സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, പ്രിൻസിപ്പൽ ജയശങ്കർ, ഹെഡ് മിസ്ട്രസ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്റ്റേഷൻ പ്രിൻസിപ്പൽ SI AR നിഖിൽ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ SI ജമാലുദ്ദീൻ, അഡീഷണൽ SI അജിത് കമറുദ്ദീൻ, ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുത്തൻ പീടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അജയൻ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി ജോയ് അരിമ്പൂർ, ട്രഷറർ ജോസ് അരിമ്പൂർ, വനിതാ വിംഗ് പ്രസിഡന്റ് ഓമന ഫ്രാൻസിസ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് വിജോ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി ദേശീയ പതാക ഉയർത്തി. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ ഹൃദ്യ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സിജോ മാത്യു, സീനിയർ അധ്യാപിക LC, MPTA പ്രസിഡന്റ് KP പ്രവീണ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശവുമായി മണലൂർ കമ്പനി സെന്ററിലേക്ക് നടത്തിയ റാലി നടന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദേശീയ പതാക ഉയർത്തി. വിമുക്ത ഭടന്മാരെ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. തലപ്പള്ളി താലൂക്ക് അങ്കണത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP ദേശീയ പതാക ഉയർത്തി. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. MLA UR പ്രദീപ്, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ്, കിഷോർ, വാർഡ് കൌൺസിലർ സന്ധ്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അധീന ആന്റണി, അദ്രിത PM. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. മേൽശാന്തി ചെറുപാലത്ത് മഹീന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ, ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ, കൊളക്കാടൻ കുട്ടികൃഷ്ണൻ, പാറഞ്ഞൂർ നന്ദൻ, വലിയപുരയ്ക്കൽ സൂര്യൻ എന്നീ ആനകൾക്ക് ആനയൂട്ടിൽ പങ്കെടുത്തു. 17 മുതൽ 12 ദിവസം ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്തു നടക്കും. ജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ വാഴപ്പിള്ളി, K രഞ്ജിത്ത്, KH ഷക്കീല, ജോയ് അരിമ്പൂർ, PG സുരേന്ദ്രൻ, PB മനു, ഡിജിത് ജിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കക്ഷി നേതാക്കളായ AS സുജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ ശക്തമായ മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മണ്ണൂത്തിയിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ഗുരുവായൂരിൽ മതിലിടിഞ്ഞ് വയോധികയ്ക്ക് പരിക്ക്.
79ാം സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി. താരസംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് തുടരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോരാട്ടം ശ്വേതാ മേനോനും ദേവനും തമ്മിൽ. തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കൊടുങ്ങല്ലൂരിലെ 4 തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടാൻ നീക്കം. പാവറട്ടി ഏനമാവ് റോഡിൽ ദുരിതയാത്ര. മുല്ലശ്ശേരി ബ്ലോക്ക് സെന്ററിന് സമീപത്തെ വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെയും കാൽനട യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.